ഇന്ന് KSIയിൽ ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഇന്നാണ് കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ. അപ്പോൾ അതിൽ പങ്കാളിയാവാൻ പറ്റിയതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ പരിപാടി ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും സെമിനാർ ഹാളിലുണ്ട്. ഒരു അടിപൊളി കിട്ടിക്കാച്ചി സെമിനാർ ഹാൾ, സെൻട്രലൈസ്ഡ് എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശിഷ്ട വ്യക്തികളൊക്കെ സ്റ്റേജിൽ അണിനിരന്നിട്ടുണ്ട്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല, പ്രശസ്ത ഫ്രീലാൻസ് എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ താഹ മാടായി സാറാണ്. പുതിയ കോളേജ് യൂണിയൻ ചെയർമാനായ ശിബിലി സ്വാഗതമൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൽ സാർ അധ്യക്ഷതയും വഹിച്ച് നേരെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് താഹ സാർ വന്നു. അതിൽ താഹ സാർ എടുത്തു പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഒരു ദിവസം പുള്ളിക്കാരൻ്റെ മകൻ ചോദിക്കേണ്ടേ അത്രേ ആർക്കും ഇഷ്ടമില്ലാത്ത ദേശം എന്താണെന്ന്. പുള്ളിക്കാരൻ തോറ്റു തോപ്പിയിട്ട് കേട്ടോ. അവസാനം മാൻ തന്നെ പറഞ്ഞു അത് ഉപദേശമാണെന്ന്. ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്. നമ്മുടെ തലമുറയും ഇപ്പോഴുള്ള തലമുറയും തമ്മിലുള്ള വ്യത്യാസം അതിൽ നിന്ന് വ്യക്തമാണ്. നമ്മളാണെങ്കിൽ നമ്മുടെ മുതിർന്നവരൊക്കെ ഉപദേശിക്കുമ്പോൾ അതും കേട്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ അവർ പറയുന്നത് ശരിയെന്ന് വെച്ച് നിൽക്കും. പക്ഷേ ഇന്നത്തെ തലമുറ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങോട്ട് തട്ടിക്കയറാൻ നിൽക്കും. രണ്ട് കാലത്തിൻ്റെ തമ്മിലുള്ള അന്തരങ്ങളാണ് ഇതൊക്കെ കാലം പോയപ്പോൾ. ഓക്കെ, അങ്ങനെ പരിപാടിയൊക്കെ തകൃതിയായി നടന്നു. യൂണിയൻ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. പുതിയ ഭാരവാഹികളൊക്കെ കോളേജിന് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പറഞ്ഞത് സർച്ചെയ്ത് കോളേജിലെ കുട്ടികളുടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ പുറത്തു പോയി ഒരു ഗ്ലാസ് ലൈമും കപ്പ് കേക്കൊക്കെ കിട്ടി. ഒരു അടിപൊളി കപ്പ് കേക്ക് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വീണ്ടും മ്യൂസിക് ബാൻഡ് ആസ്വദിക്കാൻ വേണ്ടി മുകളിലോട്ട് വന്നു. കുട്ടികളുടെ മ്യൂസിക് ബാൻഡെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. പൊള്ളി ഐറ്റം, അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഇരിക്കുന്ന ഈ മുതലിനെയാണ്. അഭിനവ് എന്നാണ് അവൻ്റെ പേര് കേട്ടോ. എന്നാ ഒരു വോയിസ് കേട്ടോ, അടിപൊളി വോയിസ്, ഒരു രക്ഷയില്ല. ഞാൻ അവൻ്റെ ഡൈ ഹാർട്ട് ഫാനായി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായിട്ട് അവൻ പാടുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയാനുള്ളത്, ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ സമീപിക്കാവുന്നതാണ്. ഇവർ വന്ന് ചെയ്തു തരും. അങ്ങനെയുള്ള അവസരങ്ങൾ ഇവർക്ക് കിട്ടട്ടെ, വേദികൾ കിട്ടട്ടെ. ആദ്യമായിട്ട് ഇവർ പെർഫോം ചെയ്യാമെന്ന് തോന്നുക പോലുമില്ല, അത്രക്കും ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്, ഇവരെ എഫേർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.